മഴതോരും മുൻപേടെ വരാൻ പോകുന്ന കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്റ്റാൻലി ജീപ്പും എടുത്ത് തോട്ടത്തിലേക്ക് പോകാൻ നോക്കുമ്പോഴാണ് സ്റ്റാൻലിയുടെ മുറ്റത്തേക്ക് പൗലോസ് കടന്നു വരുന്നത് കണ്ടത്. പൗലോസിനെ കണ്ടതും സ്റ്റാൻലി അമ്പരന്ന് നോക്കി. എന്താ പൗലോസെ ഈ വഴിക്ക് എന്ന് സ്റ്റാൻലി ചോദിച്ചപ്പോൾ പൗലോസ് തലകുണിച്ചെന്ന് കൈകൂപ്പി മാപ്പ് പറഞ്ഞേട്ടോ. പൗലോസിന് ആകെ ഒരു ക്ഷീണമാണല്ലോ, എന്താ സുഖമില്ലേ? എനിക്ക് കുഴപ്പമൊന്നുമില്ല മുതലാളി, എനിക്ക് തെറ്റുപറ്റിപ്പോയി, മുതലാളി എന്നോട് ക്ഷമിക്കണം. അല്ല, താനിപ്പോൾ എന്തിനാ ഇങ്ങോട്ട് വന്നേ? തനിക്ക് പകരം തന്നെ പട്ടിയായിരിക്കും വരുന്നതെന്ന് താനിവിടെ രാജപ്പനോടും ബാജുവിനോടും പറഞ്ഞിരുന്നില്ലേ? ഞാനിവിടെ പട്ടി വരുന്ന നോക്കി ഇരിപ്പാണ്. ഒരു പട്ടിക്കൂടി ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ശവത്തിൽ കുത്തല്ലേ മുതലാളി, ഞാൻ വെറുതെ ഇവന്മാരോട് തമാശയ്ക്ക് പറഞ്ഞതാ. എൻ്റെ വീട്ടിൽ പട്ടിയൊന്നുമില്ല. ഉണ്ടായിരുന്നെങ്കിൽ താൻ ഒരെണ്ണത്തിനെ ഇങ്ങോട്ടേക്ക് അയക്കുമായിരുന്നു അല്ലേ? ഇല്ല മുതലാളി. അതുപോട്ടെ, നീ ഇപ്പോൾ വന്നതിൻ്റെ ഉദ്ദേശം പറഞ്ഞില്ല. മുതലാളി എന്നെ വീണ്ടും തിരിച്ച് പണിക്കെടുക്കണം. എനിക്ക് വേറെ മാർഗമില്ല. നിന്നിനി പണിക്കെടുക്കാൻ പറ്റില്ല പൗലോസേ. കാരണം നീ വരാൻ വേണ്ടി ഞാൻ കുറേ ദിവസം നോക്കി നിന്നു. പിന്നെ എനിക്ക് ഭക്ഷണം കഴിക്കണ്ടേ, അതുകൊണ്ട് ഞാൻ വേറൊരാളെ വെച്ചുപോയി. ഇനിയിപ്പോൾ അവരിവിടുന്ന് പോയാൽ മാത്രമേ നിനക്ക് വേക്കൻസി ഉള്ളൂ. മുതലാളി, എനിക്ക് തെറ്റ് പറ്റിപ്പോയെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇനിയൊരു തെറ്റ് ഞാൻ ചെയ്യില്ല. അതുതന്നെയാണ് പൗലോസേ എനിക്ക് നിന്നോടും പറയാനുള്ളത്. എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി, ഇനിയും ഞാൻ തെറ്റ് എന്ന് ശരിയല്ല എന്നും പറഞ്ഞുകൊണ്ട് സ്റ്റാൻലി പൗലോസിനെ മൈൻഡ് ചെയ്യാതെ തോട്ടത്തിലേക്ക് പോയി കേട്ടോ. എന്ത് ചെയ്യണമെന്നറിയാതെ പൗലോസ് പകച്ചു നിൽക്കുമ്പോഴാണ് അവതക്കുട്ടി അവിടേക്ക് വരുന്നത് കണ്ടത്. പൗലോസ് ഓടിച്ചെന്ന് അവതക്കുട്ടിയോട് പറഞ്ഞു, സാറേ, സാറെങ്കിലും ഒന്ന് എന്നെ സഹായിക്കണം. ഓഹോ, നീ ഇപ്പോൾ പാവമായല്ലോടാ. എന്തൊരു അഹങ്കാരമായിരുന്നു എനിക്ക്. ആ പെങ്കൊച്ച് എന്തൊരു മര്യാദക്കാണ് നിന്നോട് പെരുമാറിയത്. അവൾ ലാലിച്ചൻ്റെ മകളാണെന്ന് നിനക്കറിയാമായിരുന്നല്ലോ. പക്ഷേ ആ അധികാരമല്ലത് നിൻ്റെ അടുത്ത് കാണിച്ചോ? വളരെ വിനയത്തിലും നയത്തിലും ചില കാര്യങ്ങൾ നിനക്ക് പറഞ്ഞു തന്നു. പക്ഷെ അന്നേരം നിനക്ക് അഹങ്കാരം. ഞാൻ സമ്മതിച്ചല്ലോ മുതലാളി, എനിക്ക് അബദ്ധം പറ്റിപ്പോയി. അല്ല പൗലോസേ, നീ എന്താ വിചാരിച്ചേ? ലാലിച്ചൻ സ്വന്തം മകളെ പിരിച്ചുവിട്ടിട്ട് നിന്നെ പ്രധാനമന്ത്രിയായിട്ട് വാഴിക്കുമെന്നോ? കള്ളത്തരത്തിന്റെ ആശാനല്ലായിരുന്നോടാ നീ. അത് കണ്ടുപിടിച്ചപ്പം നല്ല വാക്കും ക്ഷമയും പറഞ്ഞ് ഇവിടെ നിൽക്കുന്നതിന് പകരം നീ ലാലിച്ചനെ മര്യാദ പഠിപ്പിക്കാൻ വേണ്ടി ജോലി ഇട്ടിട്ട് പോയി. എന്തായാലും സ്റ്റാൻലിക്ക് നിന്നോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഇവിടെ എടുക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ എനിക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. നീ പൊക്കോളൂ പൗലോസ് എന്ന് പറഞ്ഞുകൊണ്ട് അവതക്കുട്ടി അകത്തേക്ക് കയറാൻ നോക്കിയപ്പോൾ പൗലോസ് വീണ്ടും പുറകെ നിന്ന് വിളിച്ചു, മുതലാളി പ്ലീസ്, എനിക്കൊരവസരം കൊടുത്താ ഞാനിനി ഒരു തെറ്റും ചെയ്യില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവതക്കുട്ടി പറഞ്ഞു, എങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്. നീ അലീനയുടെ കാല് പോയി പിടിച്ച് മാപ്പ് പറ. ഇനി അവൾക്ക് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ കഴിയുള്ളൂ. അവൾ പറഞ്ഞാൽ സ്റ്റാൻലി ചിലപ്പോൾ സമ്മതിച്ചേക്കാം. പൗലോസ് കിച്ചണിൽ പോയി നോക്കിയപ്പോൾ അലീന അവിടെ നിൽപ്പുണ്ടായിരുന്നു. പൗലോസിനെ കണ്ടതും അലീന ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആ പൗലോസേട്ടനായിരുന്നു, വാ പൗലോസേട്ടാ ഇവിടെ ഇരിക്കുകയെന്ന് പറഞ്ഞുകൊണ്ട് അലീന പൗലോസിന് ചായ കൊടുത്തു. പൗലോസേട്ടൻ ആകെ ക്ഷീണം പിടിച്ചല്ലോ. ഇവിടുന്ന് പോയതിനു ശേഷം നല്ല ജീവിതമായിരുന്നില്ല അല്ലേ? അത് കേട്ടപ്പോൾ പൗലോസ് തലകുണിച്ചിരുന്നു കേട്ടോ. പൗലോസ് ചേട്ടന് എന്നോട് ദേഷ്യമുണ്ടോ? ഇല്ല അലീന, എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇവിടുന്ന് പോയ ശേഷം പൗലോസ് ചേട്ടൻ 3 സ്ഥലത്ത് ജോലിക്ക് നിന്നായിരുന്നു അല്ലേ? ഒരു ഹോട്ടലും 2 വീടുകളിലും. ഹോട്ടലിൽ നല്ല ശമ്പളമുണ്ടായിരുന്നു. പക്ഷേ വെളുപ്പിന് 4 മണിക്ക് തുടങ്ങുന്ന ജോലി തീരുന്നത് രാത്രി 11 മണിക്ക്. ഇടയ്ക്കൊന്ന് കുത്തിരിക്കാൻ പോലും സമയമില്ല. ഒരു വീട്ടിൽ ജോലിക്ക് നിന്നപ്പം ശമ്പളം കുറഞ്ഞുപോയി. വേറൊരിടത്ത് നിന്നപ്പം അധികാര സ്വാതന്ത്ര്യം തീരെയില്ല. പൗലോസ് ഇതൊക്കെ കേട്ട് തലകുണിച്ചിരുന്നു കേട്ടോ. ഇവിടെ ആയിരുന്നപ്പോൾ എന്ത് സുഖമായിരുന്നെന്ന് പൗലോസ് ചേട്ടന് മനസ്സിലായല്ലോ. ജോലി തീർത്തിട്ട് വിശ്രമിക്കാൻ ഇഷ്ടം പോലെ സമയം. പൗലോസ് ചേട്ടനെ ചോദ്യം ചെയ്യുവാനോ പൗലോസ് ചേട്ടൻ്റെ അധികാര പരിധിയിലേക്ക് കടന്നു കയറാനോ ആരുമില്ലായിരുന്നു. നല്ല ശമ്പളവും ഉണ്ടായിരുന്നു. പപ്പയ്ക്കാണെങ്കിൽ പൗലോസ് ചേട്ടൻ ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ലെന്നൊരു വിചാരവും ഉണ്ടായിരുന്നു. എല്ലാ സ്വാതന്ത്ര്യവും പപ്പ തന്നില്ലേ? പക്ഷേ പൗലോസ് ചേട്ടൻ തിരിച്ച് ആ നന്ദി പപ്പയോട് കാണിച്ചോ? അലീനയുടെ ചോദ്യങ്ങൾക്കൊന്നും പൗലോസിന് മറുപടി ഇല്ലായിരുന്നു. പൗലോസ് അങ്ങനെ തന്നെ ഇരുന്നു. എല്ലാം പോട്ടെ, പപ്പയ്ക്ക് നഷ്ടം വരുത്താതെയെങ്കിലും നോക്കണ്ടായിരുന്ന പൗലോസ് ചേട്ടൻ. ആവശ്യമില്ലാത്ത അത്രയും സാധനങ്ങൾ വാങ്ങി കേടാക്കി കളയുക, ഭക്ഷണം ഉണ്ടാക്കുന്നതിനിടയിൽ മനഃപൂർവ്വം കുറേ നഷ്ടപ്പെടുത്തുക, ഉണ്ടാക്കിയ ഭക്ഷണം വേസ്റ്റ് കൂമ്പാരത്തിൽ തള്ളുക, ഇതൊക്കെയായിരുന്നില്ലേ പൗലോസ് ചേട്ടൻ ചെയ്തുകൊണ്ടിരുന്നത്? ശരി അലീന, എനിക്ക് തെറ്റ് പറ്റിപ്പോയി. എനിക്കതിനുള്ള ശിക്ഷയും കിട്ടി. ഇനിയൊരു തെറ്റും ഞാൻ ചെയ്യില്ല. എന്തായാലും പൗലോസേട്ടൻ്റെ കാര്യം ഞാൻ പപ്പയോട് സംസാരിക്കാം. പക്ഷേ പൗലോസേട്ടൻ തെളിയിച്ച് കാണിക്കണം മുൻപ് ചെയ്ത തെറ്റുകളൊക്കെ തിരുത്തിയെന്ന്. പൗലോസ് തലയാട്ടി കേട്ടോ. സ്റ്റാൻലി വന്നപ്പോൾ അലീന പറഞ്ഞു, പൗലോസേട്ടനെ നമുക്ക് തിരിച്ചെടുക്കാം പപ്പ. അലീന, നീ തന്നെയാണോ പറയുന്നത്? നീ കാരണമാണ് അവനെ ഇവിടുന്ന് പുറത്താക്കിയത്. ഞാൻ കാരണമെന്ന് പപ്പ പറയരുത്. പൗലോസ് തെറ്റ് ചെയ്തുകൊണ്ടല്ലേ? ശരി, സമ്മതിച്ചു. പൗലോസ് തെറ്റ് ചെയ്തുകൊണ്ട് പുറത്താക്കി. അതുകൊണ്ട് ഇനിയിപ്പോൾ എന്തിനു തിരിച്ചെടുക്കണം? പപ്പ, തെറ്റ് ചെയ്തവർക്ക് തിരുത്താൻ നമ്മളൊരു അവസരം കൊടുക്കണം. തിരുത്താനുള്ള അവസരം നമ്മൾ കൊടുത്തിരുന്നല്ലോ അലീന. അയാളത് വേണ്ടെന്ന് വെച്ച് പോയതല്ലേ? എല്ലാവരും ഒരുപോലെ ബുദ്ധിമാന്മാരല്ലല്ലോ പപ്പ.
ചിലർ ആദ്യം കിട്ടുന്ന അവസരത്തിൽ തന്നെ ജയിച്ചു കയറിപ്പോകും. ചിലരൊക്കെ എത്ര അവസരം കിട്ടിയാലാ ഒന്ന് രക്ഷപ്പെടുന്നത്. ശരി, നിന്റെ ഇഷ്ടം പോലെ ചെയ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി എൻ്റെ അടുത്ത് പരാതിയുമായി വന്നേക്കരുത്. സ്റ്റാൻലി പൗലോസിൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു. എൻ്റെ മോളൊരു വാക്ക് പറഞ്ഞതുകൊണ്ട് മാത്രം നിനക്കൊരവസരം കൂടി തരികയാണ്. ഇനി എന്തെങ്കിലും അഹങ്കാരം കാണിച്ചാൽ പിന്നെ മാപ്പില്ല. അറിയാലോ നിനക്കെന്നെ. പൗലോസ് തലയാട്ടി. നിന്നെ സ്ഥിരമായിട്ട് എടുത്തതല്ല. കുറേ ദിവസം ഞങ്ങൾ നോക്കും നിന്റെ പെരുമാറ്റമൊക്കെ നല്ലതാണോ എന്ന്. സൂക്ഷിച്ചു നിന്നാൽ നിനക്ക് കൊള്ളാം. അന്ന് രാത്രി പൗലോസാണ് എല്ലാവർക്കുമുള്ള ഭക്ഷണം വച്ച് വിളമ്പിയത്. അലീനയും പൗലോസിനെ സഹായിച്ചു. അലീനയാണ് അടുക്കളയിലെ മേലധികാരി. അവൾ എന്തു പറയുന്നുവോ അതാണ് പൗലോസ് ചെയ്യുന്നത്. അലീന എടുത്തു കൊടുത്ത ഓരോ സാധനങ്ങളും വേസ്റ്റാക്കാതെ വളരെയധികം സൂക്ഷിച്ചാണ് പൗലോസ് കൈകാര്യം ചെയ്തത്. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ഔതക്കുട്ടി സ്റ്റാൻലിയോട് പറഞ്ഞു. എടാ ലാലിച്ച, എനിക്കൊരാഗ്രഹം. സ്റ്റാൻലിയും അലീനയും ഔതക്കുട്ടിയുടെ മുഖത്തേക്ക് നോക്കി. എടാ മോനെ, ഈസ്റ്റർ വരാൻ പോവുകയല്ലേ. ഇത്തവണ നമുക്ക് തറവാട്ടിൽ വെച്ച് എല്ലാവരെയും വിളിച്ചു കൂട്ടി ഈസ്റ്റർ ആഘോഷിച്ചാലോ? വേണ്ട വേണ്ട, അതിൻ്റെ ഒരു ആവശ്യമില്ല. അപ്പച്ചന് വേറെ പണിയൊന്നുമില്ലേ? അപ്പച്ചനൊരു കാര്യം ചെയ്, നേരെ പുനലൂർക്ക് വിട്ടോ. അവിടെ വെച്ച് ഈസ്റ്റർ എല്ലാം ആഘോഷിച്ചിട്ട് സൗകര്യം പോലെങ്കിൽ വന്നാൽ മതി. അത് ഞാൻ എൻ്റെ ഇഷ്ടം പോലെ ചെയ്തോളാം. നീ ആരെന്നെ പഠിപ്പിക്കാൻ? ഇത്രയും കാലം ആർക്കും പുനലൂരിൽ വെച്ച് ആഘോഷം നടത്തണ്ടായിരുന്നു. സ്റ്റാൻലി എന്ന് പേരുള്ള ഒരു മകൻ കുളത്തോ പുഴയ്ക്കോ ഒറ്റയ്ക്ക് താമസിക്കുന്നുണ്ടെന്ന് ഈ അപ്പച്ചൻ ഇന്ന് വരെ ഓർത്തിട്ടില്ല. ക്രിസ്മസും ഈസ്റ്ററും ഓണവും ഒക്കെ എല്ലാ വർഷവും ഉണ്ടായിരുന്നല്ലോ. ആർക്കും വേണ്ടായിരുന്നല്ലോ സ്റ്റാൻലിയെ. പപ്പയുടെ ഉള്ളിൽ എവിടേക്കോ ആമോഷം പുകഞ്ഞു കിടക്കുന്നുണ്ടെന്ന് അലീനയ്ക്ക് അപ്പോൾ മനസ്സിലായി. ഔതക്കുട്ടി അലീനയുടെ മുഖത്തേക്ക് നോക്കി. എങ്ങനെയെങ്കിലും പപ്പയെ പറഞ്ഞ് സമ്മതിപ്പിക്കണമെന്നാണ് വല്യപ്പച്ചൻ പറയുന്നത് എന്ന് അലീനയ്ക്ക് മനസ്സിലായി. അന്നു രാത്രി സ്റ്റാൻലിയോട് പിണങ്ങിയാണ് ഔതക്കുട്ടി കിടക്കുവാൻ പോയത്. പിറ്റേന്ന് ഒരാഗ്രഹവുമായി അലീനയും സ്റ്റാൻലിയെ സമീപിച്ചു. പപ്പ, എനിക്കൊരാഗ്രഹമുണ്ട്, സാധിച്ചു തരുമോ? എന്താ, നിന്റെ വല്യപ്പച്ചൻ്റെ അതേ ആഗ്രഹം തന്നെയാണോ നിനക്കും? അതല്ല, ഇത് വേറൊരു കാര്യമാണ്. പെസഹ വ്യാഴം വരാൻ പോവുകയല്ലേ. എനിക്ക് ചില ഓർഫനേജുകളിൽ പോകണം. അവിടേക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കണം. എന്ത് സാധനങ്ങൾ? അപ്പവും റൊട്ടിയും ശർക്കരയും തേങ്ങയും ഒക്കെ. പിന്നെ ഈസ്റ്റർ ആഘോഷിക്കാനുള്ള സാധനങ്ങളൊക്കെ. അത് പള്ളിയിൽ എവിടെയെങ്കിലും കൊടുത്താൽ പോരെ അലീന? ഒരു ദാനധർമ്മം നടത്തണം എന്നല്ലേ ഉള്ളൂ. നീ ഒരു ഓർഫനേജിലാണ് കുറേ കൊല്ലം താമസിച്ചതും വളർന്നതും. സമ്മതിച്ചു എന്ന് വെച്ച് അത് ജീവിതകാലം മുഴുവൻ തലയിൽ വെച്ചുകൊണ്ട് നടക്കണോ? എനിക്കെങ്ങനെ അതൊക്കെ മറക്കാൻ പറ്റും പപ്പ? ഞാൻ ഓർമ്മ വെച്ച നാൾ മുതൽ ജീവിച്ച സ്ഥലമല്ലേ അത്. എങ്കിൽ ശരി, നീ ഒരു കാര്യം ചെയ്യ്, ബൈജുവിൻ്റെ കയ്യിലോട്ട് ലിസ്റ്റൊക്കെ എഴുതി കൊടുക്ക്. അവൻ കൊണ്ട് കൊടുത്തിട്ട് വരട്ടെ. അതുപോരെ പപ്പ, ഞാൻ തന്നെ പോകണം. ഞാൻ ഓർത്ത് പപ്പയും എൻ്റെ കൂടെ വരുമെന്ന്. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പലരും ഇപ്പോഴും ഓരോരോ അനാഥാലയത്തിലുണ്ട്. എൻ്റെ പപ്പയാണെന്ന് പറഞ്ഞ് അവർക്ക് പരിചയപ്പെടുത്താമല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. ഞാനും കൂടി വരാനോ? എനിക്ക് ഈ ഓർഫനേജ് എന്ന് കേൾക്കുന്നതേ ഇഷ്ടമല്ല. കണ്ട അനാഥരുടെയൊക്കെ മുമ്പിൽ വിളിച്ചുകൊണ്ട് പോയി എന്നെ പരിചയപ്പെടുത്തിയിട്ട് എന്താ കാര്യം? എനിക്കത് നാണക്കേടാണ്. സ്റ്റാൻലി യാതൊരു മായവുമില്ലാതെ പറഞ്ഞു. അതല്പം കൂടിപ്പോയെന്ന് ഔതക്കുട്ടിച്ചാനും തോന്നി. അലീനയുടെ മുഖം വാടിപ്പോയി. പപ്പ ഇങ്ങനെ പറയുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല കേട്ടോ. അലീനയുടെ സ്വരത്തിൽ സങ്കടം കലർന്നിരുന്നു. ഓരോ ക്രിസ്മസ് വരുമ്പോഴും ഈസ്റ്റർ വരുമ്പോഴും പപ്പയുടെ മകൾ കഴക്കൂട്ടത്തെ ഒരു അനാഥാലയത്തിൽ കാത്തിരുന്നിട്ടുണ്ട്. ആരെങ്കിലും ഒരു കേക്ക് കൊണ്ടുവരും, അല്ലെങ്കിൽ അപ്പമോ റൊട്ടിയോ കൊണ്ടുവരുമെന്നുള്ള പ്രതീക്ഷയോടെ ആരെങ്കിലും കൊണ്ടുവരുമായിരുന്നു. സന്തോഷത്തോടെ അത് പങ്കിട്ട് കഴിച്ചിട്ടുള്ളവളാണ് ഞാൻ എത്രയോ വർഷം. ഇപ്പോഴും ഓരോരോ അനാഥാലയങ്ങളിൽ അനാഥ കുഞ്ഞുങ്ങൾ അങ്ങനെ കാത്തിരിക്കുന്നുണ്ട്, ഒരു കഷ്ണം അപ്പത്തിനും റൊട്ടിക്കും വേണ്ടി. ഒരു തവണയെങ്കിലും പപ്പ എൻ്റെ കൂടെ വന്ന് അവരെ സന്തോഷിപ്പിക്കണ്ടേ? പപ്പ എത്ര വർഷം കൊടുത്താലും ആ കടപ്പാട് തീരോ പപ്പ? അലീന നിറകണ്ണുകളോടെ സ്റ്റാൻലിയെ നോക്കി. പിന്നെ തിരിഞ്ഞ് കിച്ചണിലേക്ക് പോയി. സ്റ്റാൻലി സ്തംഭിച്ച് നിൽക്കുകയാണ്. അന്നത്തെ ദിവസം സ്റ്റാൻലിയും അലീനയും തമ്മിൽ ഒന്നും സംസാരിച്ചില്ല. സ്റ്റാൻലിയെ കാണുന്നിടത്തുനിന്നെല്ലാം അലീന മാറി നടന്നു. രാത്രി ഉറങ്ങാൻ കിടന്നപ്പോൾ സ്റ്റാൻലി വന്ന് വാതിലിൽ മുട്ടി. മോള് ഉറങ്ങാൻ കിടന്നായിരുന്നു? ഇല്ല, കിടക്കാൻ നോക്കിയായിരുന്നു. എങ്കിൽ കിടന്നോളൂ, ഞാൻ ഇവിടെ ഇരുന്ന് കുറച്ചു നേരം ടി വി കണ്ടിട്ടേ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞ് സ്റ്റാൻലി അലീനയുടെ റൂമിലുള്ള ടി വി ഓണാക്കി കാണുവാനിരുന്നു. കുറച്ചു നേരം ടി വി കണ്ടതിന് ശേഷം സ്റ്റാൻലി അലീനയുടെ കിടക്കയിൽ പോയിരുന്നു. നിനക്ക് ഏതൊക്കെ ഓർഫനേജുകളിലാണ് പോകേണ്ടത്? പോകേണ്ടെന്നല്ലേ പപ്പ പറഞ്ഞത്? അവൾ പരിഭവത്തോടെ പറഞ്ഞു. പോകാം, സ്റ്റാൻലി ശബ്ദം താഴ്ത്തി പറഞ്ഞു. എപ്പോഴാണ് പോകേണ്ടത്? വ്യാഴാഴ്ച രാവിലെ പോകണോ അതോ ഉച്ച കഴിഞ്ഞോ? രാവിലെ പോകണം. ഞാൻ ബൈജുവിനെ കൂട്ടിക്കൊണ്ട് പോയിക്കൊള്ളാം പപ്പ. അത് വേണ്ട, ഞാൻ വരാം. നിനക്ക് എന്നെ പരിചയപ്പെടുത്തണ്ടേ നിൻ്റെ പപ്പയാണെന്ന്? അലീനയ്ക്ക് കരച്ചിൽ വന്നു. പപ്പയ്ക്ക് നാണക്കേടല്ലേ? വേണ്ട. സ്റ്റാൻലി അവളുടെ കൈ പിടിച്ചു. അത് പപ്പ അറിയാതെ പറഞ്ഞു പോയതാ, സോറി.
ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. എൻ്റെ മോളെ 23 വർഷക്കാലം വളർത്തിയ സ്ഥലമല്ലേ. എനിക്കൊരു നാണക്കേടുമില്ല. എവിടെ വേണമെങ്കിലും വരാം. അലീന ഏങ്ങലടിച്ചുകൊണ്ട് അയാളുടെ കൈത്തണ്ടിലേക്ക് മുഖമണച്ചു. സാരമില്ല, പപ്പയൊരു പട്ടാളക്കാരനല്ലേ, അതുകൊണ്ടാണ്. അയാൾ വലതുകാരം കൊണ്ട് അവളുടെ കവിളത്തും നെറ്റിയിലും തലോടി. കാറിൻ്റെ ഡിക്കിയിലും സീറ്റിലുമെല്ലാം സാധനങ്ങൾ കുത്തി നിറച്ച് അലീന ഓർഫനേജുകൾ കയറി ഇറങ്ങി കേട്ടോ. അവസാനമായി അലീനയും സ്റ്റാൻലിയും പോയത് കഴക്കൂട്ടത്തെ ഓർഫനേജിലാണ്. ഓർഫനേജ് കാണിച്ചുകൊണ്ട് അലീന പറഞ്ഞു, ഞാൻ 22 വർഷം ജീവിച്ച സ്ഥലമാണ് പപ്പ ഇത്. ഇവിടെയാണ് ഞാൻ പിച്ച വെച്ച് നടന്നത്. ഈ മുറ്റത്താണ് ഞാൻ കളിച്ചത്. അപ്പോഴേക്കും സ്റ്റാൻലിയുടെ കണ്ണ് നിറഞ്ഞു. ഇനി നമുക്ക് കോൺവെന്റിലേക്ക് പോകാം പപ്പ. എന്നെ അറിയാവുന്ന ഒരുപാട് കന്യാസ്ത്രീകളുണ്ട് അവിടെ. കോൺവെന്റിലെത്തിയ അലീന കന്യാസ്ത്രീകൾക്ക് സ്റ്റാൻലിയെ പരിചയപ്പെടുത്തി കൊടുത്തു. ഇതെൻ്റെ പപ്പയ സിസ്റ്ററെ. അവരെല്ലാവരും അലീനയെ സംശയത്തോടെ നോക്കി. അവരുടെ മുഖത്തെ സംശയം കണ്ട് അലീന വീണ്ടും പറഞ്ഞു, സംശയിക്കേണ്ട സിസ്റ്ററെ, ഇതെൻ്റെ സ്വന്തം പപ്പയ. പക്ഷെ കോൺവെന്റിലെ കന്യാസ്ത്രീകൾക്ക് അലീന കുട്ടിയായിരിക്കുമ്പോഴേ അവളെ അറിയാം. 23 വയസ്സ് വരെ ഇങ്ങനൊരാളെ അവർ കണ്ടിട്ടേയില്ല. രാത്രി വളരെ വൈകിയാണ് സ്റ്റാൻലിയും അലീനയും തിരിച്ച് വീട്ടിലെത്തിയത്. പിറ്റേന്ന് ശനിയാഴ്ച ബ്രേക്ക്ഫാസ്റ്റിനിരുന്നപ്പോൾ അവധക്കുട്ടിച്ചാൻ സ്റ്റാൻലിയോട് പറഞ്ഞു, ലാലിച്ച, നീ നിൻ്റെ മോളുടെ കാര്യങ്ങളൊക്കെ സാധിച്ചു കൊടുത്തു. നിൻ്റെ അപ്പന് യാതൊരു വിലയുമില്ലേടാ. അപ്പച്ചന് വിലയില്ലെന്ന് ആര് പറഞ്ഞു? സ്റ്റാൻലി ചോദിച്ചു. ഉണ്ടായിരുന്നെങ്കിൽ നീ എൻ്റെ ആഗ്രഹം സാധിച്ചു തരുമായിരുന്നല്ലോ. ഓ, പുനലൂർ ഈസ്റ്റർ ആഘോഷിക്കുന്ന കാര്യമായിരിക്കുമല്ലേ. അപ്പച്ചനത് ഇതുവരെ വിട്ടില്ലേ? എടാ, അടുത്ത കൊല്ലം ഞാനില്ലെങ്കിൽ നീ ഇരുന്ന് ഓർക്കും അപ്പച്ചൻ്റെ ആശ നടത്തി കൊടുക്കേണ്ടതായിരുന്നു എന്ന്. മക്കൾ അപ്പന്മാരുടെ വില മനസ്സിലാക്കി വരുമ്പോഴേക്കും അവർ ഈ ലോകം വിട്ടു പോയി കഴിഞ്ഞിരിക്കും. അങ്ങനെ ആ പതിവ്. ഇനി നീയായിട്ട് ആ പതിവ് തെറ്റിക്കണ്ട. സ്റ്റാൻലി ഒന്നും മിണ്ടിയില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് മുറിയിലെത്തിയ ശേഷം അയാൾ അലീനയെ വിളിച്ചു പറഞ്ഞു, നീ ചെന്ന് അപ്പച്ചനോട് പറ പുനലൂർക്ക് പോകാമെന്ന്. ഇത്തവണ കൊട്ടാരമറ്റം തറവാട്ടിൽ വെച്ച് ഈശ്വര ആഘോഷിച്ചില്ലെന്ന പരാതി വേണ്ട. നേരാണ് പപ്പ. അപ്പോൾ നമ്മളോടും കൂടിയാ പറഞ്ഞത്. ചിന്നമ്മയില്ലാതെ കിളവൻ ഇന്ന് ഇവിടുന്ന് പോകുമോ പുനലൂർക്ക്? അലീനയ്ക്ക് ചിരി വന്നു. ഈ പപ്പയുടെ ഒരു കാര്യം ചിലപ്പം ഒരു പിടിയും കിട്ടത്തില്ല. അലീന ആഹ്ലാദത്തോടെ ഓടിപ്പോകുന്ന നോക്കി സ്റ്റാൻലി ചെറുചിരിയോടെ നിന്നു. അലീന അവധക്കുട്ടിച്ചാൻ്റെ മുൻപിൽ ചെന്ന് ഒരു വിളംബരം നടത്തി. ഈ വർഷത്തെ ഈശ്വർ മഹാമഹം പുനലൂർ കൊട്ടാരമറ്റം തറവാട്ടിൽ വെച്ച് പൂർവാധികം ഭംഗിയായി കൊണ്ടാടുവാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇത് റിട്ടയർഡ് ലഫ്റ്റനന്റ് കേണൽ സ്റ്റാൻലി ജോസഫിൻ്റെ ഓർഡർ. കൊട്ടാരമറ്റത്തിൽ അവധക്കുട്ടിച്ചാൻ എത്രയും വേഗം സ്ഥലം വിടാൻ ഒരുങ്ങിക്കൊള്ളേണ്ടതാണ്. അവധക്കുട്ടി കണ്ണ് മിഴിച്ചു ചെന്നു. ഞാനീ വിവരം എല്ലാവരെയും അറിയിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അലീന റൂമിലേക്ക് ഓടി. എന്നിട്ട് ഫോൺ എടുത്ത് ആൻസിയെയും റോബർട്ടിനെയും ജോസുകുട്ടിയും സാന്ദ്രയെയും റോണിയെയും ശോഭിയെയും ഒക്കെ വിളിച്ച് ഇത്തവണത്തെ ഈസ്റ്റർ നമ്മൾ തറവാട്ടിൽ വെച്ച് ആഘോഷിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ പുനലൂർക്ക് പോകുവാൻ വേണ്ടി അലീനയും സ്റ്റാൻലിയും അവധക്കുട്ടിയും എല്ലാവരും റെഡിയായി.